കുറേ മനുഷ്യർ ഒരു കൂട്ടായി ജീവിച്ച ഒരു നാട്. ശുഭപ്രതീക്ഷകളെ പുണർന്ന് പുതിയ പുലരി സ്വപ്നം കണ്ടുറങ്ങിയവർ. ഒറ്റ രാത്രി കൊണ്ട് കൂടെയുള്ളവരൊക്കെ ശവക്കൂമ്പാരമായി മാറുന്നത് കണ്ട് ബാക്കിയായവർ. കുത്തിയൊലിച്ചു വരുന്ന ഉരുൾ തങ്ങളെയും മണ്ണിനടിയിലാക്കുമെന്നറിഞ്ഞിട്ട് ഒന്നോടി രക്ഷപ്പെടാൻ പോലും കഴിയാതെ മരണമുഖത്ത് പിറങ്ങലിച്ചു നിന്ന് പോയ ഒരു കൂട്ടം നിസ്സഹായരായ മനുഷ്യർ. അമ്മമാർക്ക് നെഞ്ചോട് ചേർത്തിറക്കിയ കുഞ്ഞുങ്ങളിന്നില്ല. കുഞ്ഞുങ്ങൾക്ക് സ്നേഹസാന്ത്വനമായിരുന്ന അച്ഛനമ്മമാരിന്നില്ല. എന്തിനുമൊപ്പമുണ്ടായിരുന്ന സഹോദരങ്ങളിന്നില്ല. കട്ടയ്ക്ക് കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരെന്നില്ല. കിടന്നുറങ്ങിരുന്ന വീടുകൾ പോലുമില്ല. എല്ലാമെല്ലാം പ്രകൃതിയുടെ തൻ്റെ അടങ്ങാത്ത കലിയിൽ എല്ലാം മണ്ണിനടിയിലേക്ക് വലിച്ചു പറിച്ചെടുത്തു കൊണ്ടുപോയി. അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം ഒരു നോക്ക് കാണാൻ വന്നവർ വെള്ളത്തുണികളിൽ പൊതിഞ്ഞു വെച്ച ചിന്നിച്ചിതറിപ്പോയ ശരീരഭാഗങ്ങൾ കണ്ട് ഭയന്ന് വിറങ്ങലിച്ച് സമാനതകളില്ലാത്ത ഭീകരമായ അവസ്ഥ. ഇനിയും പലരും കണ്ണെത്താതെ കണ്ടെത്താനാകാതെ പല ദൂരത്തെവിടെയോ കിടക്കുന്നുണ്ടാകാം. ക്രൂര പരിഹാസത്തോടെ പെയ്തിറങ്ങിയ പ്രകൃതി നിഷ്ഠൂരമായി കൊന്നൊടുക്കിയ ഈ പാവം മനുഷ്യരെ കണ്ണു നനഞ്ഞ മലയാളിക്ക്, അല്ല മനുഷ്യർക്ക് കാണാനാവും. എനിക്ക് പേരറിയാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ ആ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, അച്ഛനമ്മമാർ, കുഞ്ഞു മക്കൾക്ക് കണ്ണുനീരിൽ കുതിർന്ന എൻ്റെ പ്രണാമം. ഇരുട്ട് പരന്നാൽ ഭീതിയോടെ പോകാനൊരിടമില്ലാതെ ഇപ്പോഴും കുറേ മനുഷ്യർ അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ട്. സർവവും നഷ്ടപ്പെട്ട് നാളെക്കുറിച്ച് എന്തെന്നറിയാതെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ തുമ്പുന്നവർ. പ്രിയപ്പെട്ടവരെല്ലാം പോയി സമനില പോലും നഷ്ടപ്പെട്ടവർ. നമുക്കും ആ പാവം മനുഷ്യരെ സഹായിക്കാം. നമുക്കവരെ ചേർത്ത് പിടിക്കാം.